വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ മതമില്ലാത്ത രാജ്യങ്ങൾ മുൻ സ്ഥാനങ്ങളിൽ വരുന്നതായി നാം കാണാറുണ്ട്. ഉദാഹരണം ഫിൻലാൻഡ്, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ജെറൂസലേം തുടങ്ങുന്ന പ്രദേശങ്ങളൊക്കെ എടുക്കുമ്പോൾ കലുഷിതമായ സാഹചര്യങ്ങളും നാം കാണലുണ്ട്. ഇപ്പോൾ നവനാസ്തികരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് മതമാണ് സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് വരുത്തി തീർക്കാൻ മതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യങ്ങളിൽ മുഴുവനും കലുഷിതമാണെന്നും മതമില്ലാത്ത ഈ ഫിൻലാൻഡ്, ഐസ്ലാൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ സമാധാനമുണ്ട് എന്നും വരുത്തി തീർത്തുകൊണ്ട് മതമില്ല എങ്കിൽ സമാധാനമുണ്ട് എന്ന ഒരു വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം 2, ഏകദൈവ വിശ്വാസമാണല്ലോ പരിശുദ്ധ ഇസ്ലാമിൻ്റെ. പാരാമീറ്റേഴ്സ് തലതിരിച്ചിട്ടതാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നിർവചനമാണല്ലോ. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹാപ്പിനെസ്സിൽ ഏറ്റവും മേലെ നിൽക്കുന്ന ഹാപ്പിനെസ് എന്ന് പറഞ്ഞത് എന്താ? എങ്ങനെയാണ് ഇപ്പോൾ ഒരു സാധനത്തിന് ഒരു രാജ്യം ഒരു വിഷയത്തിൽ ഏറ്റവും മേലെയാണെന്ന് തീരുമാനിക്കുക? സിമ്പിളായിട്ട് പറയാം, സമയവും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുകൊണ്ട് പരമാവധി ചുരുക്കി പറയാം. എന്ത് കാര്യത്തിനും ഒരു സാധനത്തിന് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ തയ്യാറാക്കും. ആ തയ്യാറാക്കിയ ക്വസ്റ്റ്യനെയർ കൊണ്ടുപോയിട്ട് അതിലുള്ളതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു 100 ആൾക്ക് ചോദ്യം ചോദിച്ചാൽ ഏകദേശം ഒരു സാമ്പിൾ സർവേ പോലെ. അതിൽ ഒരാൾക്ക് ഹാപ്പിനെസ് ഉണ്ട് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുന്ന ആൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിലെന്താണ്? ഒരു ഉദാഹരണം പറയാണ്, നിങ്ങൾ ഇന്ന വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ധരിക്കാതെ നടക്കണം എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം, ആ റൂമിൽ നിങ്ങൾക്ക് തോന്നിയ പോലെ ജീവിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ടോ? ഇങ്ങനെ തോന്നി. നിങ്ങളെ വീട്ടിൽ എത്ര കാറുണ്ട്? നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്ക് 50K മേലെ വരുമാനമുണ്ട്? ഇങ്ങനെ കുറേ ചോദ്യങ്ങളാണ് ചോദിച്ചാൽ അവർ ചോദ്യം ഉണ്ടാക്കി. ഇതിൽ കുറേ ഉത്തരം കിട്ടിയതിൽ കൂടുതൽ ആരാണ് എന്ന് നോക്കിയാൽ അത് ഹാപ്പിനെസ് എന്ന് പറയൂല. യഥാർത്ഥത്തിലുള്ള ഹാപ്പിനെസ് എന്താണ് എന്ന്, യഥാർത്ഥത്തിലുള്ള സന്തോഷം എന്താണ് എന്ന് അതനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. അതനുഭവിക്കുന്നവർക്ക് മാത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന്, ഞാൻ ചെറിയൊരു ഹദീസ് സൂചിപ്പിക്കാം. നബി തങ്ങൾക്ക് വന്ന് ഒരാൾ, എൻ്റെ മനസ്സിന് ഭയങ്കര പരുക്കൻ സ്വഭാവമാണ്, എനിക്കത് മാറ്റി കിട്ടണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ, നീ യതീമിൻ്റെ തലയിൽ കൈവച്ചൊന്ന് തലോടിയാൽ മതി. അതിനെക്കുറിച്ച് നിർദ്ദേശമാണ്. അതിലെങ്ങനെ ഇപ്പോൾ ഹാപ്പിനെസ് കിട്ടുക? ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരാളില്ലേ? ആരും സംരക്ഷിക്കാനോ ആരും ഇല്ലാത്ത ഒരാൾക്ക് സ്നേഹത്തോടു കൂടി തലയിൽ കൈവയ്ക്കുമ്പോൾ ഒരാൾ തന്നെ സംരക്ഷിക്കാനുണ്ടെന്നുള്ള തോന്നൽ ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്ന ഒരു തിളക്കല്ലേ, ആ തിളക്കത്തിൻ്റെ പേരാണ് ഹാപ്പിനെസ്. അത് നിങ്ങൾക്ക് ശമ്പളത്തിന് എത്ര പൂജയുണ്ട് നിങ്ങളെ ശമ്പളത്തിൻ്റെ സംഖ്യയിൽ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഹാപ്പിനെസ് അല്ലാതെ. അതുകൊണ്ട് മതമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ മനുഷ്യർ ജീവിക്കുന്ന ധാർമ്മികമായ ചുറ്റുപാടുകളിൽ അവരനുഭവിക്കുന്ന വ്യക്തിപരമായ സന്തോഷങ്ങളിൽ അവരനുഭവിക്കുന്ന അവരുടെ സ്വപ്ന സാഫല്യത്തിൻ്റെ വഴികളിൽ അവരെവിടെയാണ് എത്തി നിൽക്കുന്നതെന്നും നേരെ തിരിച്ച് ഇപ്പോൾ മേലെയാണ് എന്ന് പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ ഫിൻലാൻഡും ഡെൻമാർക്കും ഈ പറഞ്ഞ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ ആത്മഹത്യ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ റിപ്പോർട്ട് ചെയ്യുന്ന അവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക രോഗത്തിന് കീഴ്പ്പെടുന്ന അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവിടെയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ തന്തയില്ലാത്ത മക്കൾ എന്ന് നമ്മൾ പറയുന്ന ഫാദർലെസ് മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ലോകത്ത് സിംഗിൾ പാരന്റിന്റെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഇതൊന്നും ഹാപ്പിനെസ്സിന്റെ മാനദണ്ഡമല്ല. പോറ്റാൻ ആളില്ല എന്നല്ല, കുടുംബം നോക്കാൻ ആളില്ല എന്നല്ല, രോഗിയായിട്ട് മൂലക്കിടക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ ശരീരത്തിന്റെ മെറ്റാബോളിസം തകർന്നു കഴിയുമ്പോഴാണ് ആരും ഇല്ല എന്നുള്ള അവശതരത്തിലേക്ക് ബോധ്യം വരിക. അപ്പോൾ ആരും ഇല്ല എന്ന് പറയുന്ന അവസ്ഥ അനുഭവിക്കുന്ന ആളുകളുടെ എണ്ണം അവിടെയാണ് കൂടുതൽ. പക്ഷേ ഇത് ഹാപ്പിനെസ് ഉണ്ടോ ഇല്ല എന്നുള്ള ചോദ്യത്തിന്റെ മാനദണ്ഡമായി ഒരു പാരാമീറ്ററായിട്ട് സ്വീകരിച്ചിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു വിഷയം. അതുകൊണ്ട് ഇത് ഒരു കപടമായ ഒരു കൃത്രിമമായ ഒരു സംഗതിയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നത്. ഇതിലെഴുതുന്ന ചെയ്യുന്നൊരു ചോദ്യത്തിലുണ്ടായിരുന്നത്, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ഉപ്പ അവരുടെ ഭാര്യയുടെ ദുനിയാവിൽ ഒരാളുടെ ഉപ്പയും ഉമ്മയും 2 വിവാഹം കഴിച്ചു.
ഉപ്പ മരണപ്പെടുകയും ചെയ്തു. രണ്ടുപേർക്കും രണ്ട് വിഭാഗത്തിലും കുട്ടികളുണ്ട്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ മക്കൾ അവരുടെ അരികെ ചെല്ലുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടി ഒറ്റപ്പെടുമോ? ആ കുട്ടിക്ക് ഉമ്മയും ഉപ്പയും കിട്ടുമോ? കിട്ടും എന്നാണ് അതിൻ്റെ ഉത്തരം. കിട്ടും എന്നാണ്. അവിടെ യാതൊരു തരത്തിലുള്ള വിഷമവും സ്വർഗത്തിലില്ല. അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ആ കുട്ടിയുടെ സന്തോഷം എത്രയാണോ ആ സന്തോഷം അനുഭവിക്കാൻ അവിടെ കഴിയും എന്നാണ്. ഇത് ചോദിച്ചതിൻ്റെ പശ്ചാത്തലം അതോർത്ത് ഒരു കുട്ടി എപ്പോഴും സങ്കടത്തിലാണെന്നാണ്. സങ്കടപ്പെടേണ്ടതില്ല, റബ്ബ് ആ കുട്ടിയുടെ പക്ഷത്താണ്.